അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് ഫന്നു തർജമത്തി, ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇംഗ്ലീഷിലിപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ദ സയൻസ് ഓഫ് ട്രാൻസ്ലേഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ പറയാം, അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തുക, വിവർത്തനം ചെയ്യുക എന്ന ഫന്ന്, അതായത് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ഫന്ന് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇനം അല്ലെങ്കിൽ നൗഅ് എന്നാണ് അർത്ഥം. അപ്പോൾ അതിനാണ് പിന്നീട് ഇസ്തിലാഹായിട്ട് ഓരോരോ ജ്ഞാനശാഖകൾക്ക് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ഫന്നു തർജമ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ എന്ന ആ സയൻസ്, ആ കല, ആ അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. യൂണിറ്റ് 1 അൽ ലുഗത്തുൽ മസ്ദരി വൽ ലുഗത്തുൽ ഹദ്ഫി. ഇളാഫത്ത് ചെയ്തിട്ടാണ് വരുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അലിഫ്ലാമുള്ള രണ്ട് വാക്കുകൾ തമ്മിൽ അങ്ങനെയാണ് അത് ഇളാഫത്ത് ചെയ്ത് തോന്നുന്നത്. അൽ ലുഗത്തുൽ മസ്ദരി സോഴ്സ് ലാംഗ്വേജ് വൽ ലുഗത്തുൽ ഹദ്ഫി ടാർഗറ്റ് ലാംഗ്വേജ്. അപ്പോൾ ഏത് ഭാഷയിൽ നിന്നാണ് ഒരു ടെക്സ്റ്റിൽ, ഏതെങ്കിലും ഒരു ടെക്സ്റ്റിനെ നമ്മൾ വിവർത്തനം ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ അത് ഏത് ഭാഷയിലാണോ അസ്ലിലുള്ളത്, ഒറിജിനലായിട്ട് ഏത് ടെക്സ്റ്റിലാണോ, ഏത് ലാംഗ്വേജിലാണോ ആ ടെക്സ്റ്റ് ഉള്ളത്, അതിനെ സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയും. പിന്നെ അതായത് സ്രോതസ്സിൻ്റെ ലാംഗ്വേജ്. പിന്നെ ഏത് ഭാഷയിലേക്കാണോ അത് വിവർത്തനം ചെയ്യപ്പെടുന്നത് ആ ഭാഷയെ ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറയും. അതായത് അതാണ് ആ ഭാഷയിലേക്കാണ് വിവർത്തനം ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യഭാഷയാണ്. അപ്പോൾ ഹദ്ഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലക്ഷ്യം, മസ്ദർ പറഞ്ഞാൽ സോഴ്സ്, സ്രോതസ് ആ അർത്ഥത്തിൽ. ലേണിംഗ് ഔട്ട്കംസ്, ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള, ഇതിനെ പഠിക്കുന്നത് കൊണ്ട് പ്രതീക്ഷിക്കപ്പെടുന്ന ഔട്ട്കംസ്. ഐന്ദൽ ഇന്തിഹാഇ മിൻ ഹാദിഹിൽ വഹ്ദത്തി, ഈ യൂണിറ്റ് കഴിയുമ്പോഴേക്കും, സയകൂനു ദാരിസു, ദ സ്റ്റുഡൻറ്റ് ഖാദിറൻ അല, സയകൂനു ദാരിസു പഠിതാവാകും, ദ സ്റ്റുഡൻറ്റ് വിൽ ബി ഖാദിറൻ അല, സ്റ്റുഡൻറ്റ് കഴിവുള്ളവനാകും എന്തിനു മേൽ, അല്ലെങ്കിൽ വിൽ ബി ഏബിൾ ടു. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ബൈലിംഗ്വൽ ട്രാൻസ്ലേഷനിൽ ഇംഗ്ലീഷിലേക്കൊക്കെ മാറ്റാൻ വരുന്നതുകൊണ്ട്, പരിഭാഷ ചെയ്യാൻ വരുന്നതുകൊണ്ട് കുറച്ചൊന്ന് ഇംഗ്ലീഷും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ പറയുന്നത്. സയകൂനു ദാരിസു സ്റ്റുഡൻ്റ് ആകും, ദ സ്റ്റുഡൻറ്റ് വിൽ ബി ഖാദിറൻ, വിൽ ബി ഏബിൾ കഴിവുള്ളവനാകും, അല എന്തിനു മേൽ, വിൽ ബി ഏബിൾ ടു അൽ മുനാഖശത്തി അനിൽ ലുഗത്തിൽ മസ്ദരി വൽ ലുഗത്തിൽ ഹദ്ഫി. സോഴ്സ് ലാംഗ്വേജിനെ പറ്റിയും ടാർഗറ്റ് ലാംഗ്വേജിനെ പറ്റിയും ഡിസ്കസ് ചെയ്യാൻ, ചർച്ച ചെയ്യാൻ കഴിവുണ്ടാകും, പ്രാപ്തി ഉണ്ടാകും. അതുപോലെ അൽ ഇത്ലാഇ, അവന് അവബോധം ഉണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അല താരിഫാത്തിൽ ലുഗത്തിൽ മസ്ദരി വൽ ലുഗത്തിൽ ഹദ്ഫി, സോഴ്സ് ലാംഗ്വേജിൻ്റെയും ടാർഗറ്റ് ലാംഗ്വേജിൻ്റെയും ഡെഫിനിഷൻസിനെ പറ്റി. അതുപോലെ ഫഹ്മിൽ ഫുറൂഖി, ഡിഫറൻസസ് മനസ്സിലാകലുണ്ടാകും, അതിൻ്റെ മേൽ കഴിവുണ്ടാകും, അത് മനസ്സിലാകുന്നതിൻ്റെ മേൽ. എങ്ങനെയുള്ള ഡിഫറൻസ്, അല്ലത്തി തുമയ്യിസു, ആ ഡിഫറൻസുകൾ എന്ത് ചെയ്യും, വേർതിരിക്കും, ഡിസ്റ്റിങ്വിഷ് ചെയ്യും, ബൈന ഹാത്തൈനിൽ ലുഗത്തൈനി, ഈ രണ്ട് ഭാഷകൾക്കിടയിൽ. അതുപോലെ അത്തഹദ്ദുസി, സംസാരിക്കാൻ പറ്റും, ഹൗല കൈഫിയത്തി ഇന്ദിമാജിൽ ലുഗത്തിൽ മസ്ദരി ബിൽ ലുഗത്തിൽ ഹദ്ഫി, ഹൗല കൈഫിയത്തി ഇന്ദിമാജിൽ ലുഗത്തിൽ മസ്ദരി ബിൽ ലുഗത്തിൽ ഹദ്ഫി. സോഴ്സ് ലാംഗ്വേജ് ടാർഗറ്റ് ലാംഗ്വേജുമായി എങ്ങനെയാണ് സംയോജിതമാകുന്നത് എന്നതിനെപ്പറ്റി, അതെങ്ങനെയാണ് എന്നതിനെപ്പറ്റി ചുറ്റിപ്പറ്റി സംസാരിക്കാനും പറ്റും. ബാക്ക്ഗ്രൗണ്ട്, മിനൽ മഅലൂമി, മഅലൂം എന്ന് പറഞ്ഞാൽ അലിമ യഅലമു, അതിൻ്റെ ഉലിമ യുഅലമു ഇൽമൻ ഫഹുവ മഅലൂമുൻ, അറിയപ്പെട്ടത്. മിനൽ മഅലൂം, അങ്ങനെ മഅലൂമിൽ പെട്ടതാണ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോൺ. അന്ന ലുഗത്തൻ നസ്സിൽ അസ്ലിയി, ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ ഭാഷ എന്നത്. അപ്പോൾ അസ്ലി എന്നത് നസ്സിന് സിഫത്തായിട്ടാണ് എടുത്തത്, കാരണം ലുഗത്ത് എന്നുള്ളത് മുഅന്നസ. അപ്പോൾ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ ഭാഷ, ലാംഗ്വേജ് എന്നത് തുസമ്മ, അതിന് പേര് പറയപ്പെടും.
ലുഗത്തൻ മസ്ദറൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സിഫത്തായിട്ട് തന്നെയാണ് എടുത്തത്. ലുഗത്തൻ മസ്ദറൻ, സോഴ്സ് ലാംഗ്വേജ് എന്നാണ് പേര് പറയപ്പെടുക. ലി അന്നഹ, കാരണം അത് ഹിയല്ലത്തി കുത്തിബ ബിഹൻ നസ്സു, ആ ഭാഷ കൊണ്ടാണ് കുത്തിബ ബിഹൻ നസ്സു, ആ ഭാഷ കൊണ്ടാണ് ടെക്സ്റ്റ് എഴുതപ്പെട്ടത്. അവ്വലൽ അംരി, കാര്യത്തിൻ്റെ തുടക്കത്തിൽ, അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ മാറ്റർ, ഇൻ ദ ബിഗിനിങ് എന്ന് പറയാം. ഖബ്ല അൻ യുതർജമ, ആ ടെക്സ്റ്റിനെ വിവർത്തനം ചെയ്യപ്പെടുന്നതിന് മുമ്പ്. ഫഹിയ, അപ്പോൾ അത് ഏത് സോഴ്സ് ലാംഗ്വേജ്, അൽ ലുഗത്തു, അതൊരു ഭാഷയാണ്. എങ്ങനെ? അല്ലത്തി അലൽ മർഇ, ഒരാളുടെ മേൽ അനിവാര്യമാണ്, അൻ യൻഖുലഹ, അതിനെ എന്ത് ചെയ്യുക? കൈമാറ്റം ചെയ്യുക, നീക്കുക. എന്തിലേക്ക്? ട്രാൻസ്ഫർ ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, മാറ്റുക. എന്തിലേക്ക്? ഇലാ ലുഗത്തിൻ ഉഖ്റ, വേറൊരു ഭാഷയിലേക്ക്. ഹിയ, ആ വേറൊരു ഭാഷ എന്ന് പറയുന്നത് ഹിയ, അതാകുന്നത് അൽ ലുഗത്തുൽ ഹദ്ഫ്, അത് ടാർഗറ്റ് ലാംഗ്വേജ് ആണ്. അൽ ലുഗത്തുൽ മസ്ദർ, സോഴ്സ് ലാംഗ്വേജ്, ഫിത് തർജമത്തി, ട്രാൻസ്ലേഷനിൽ ഹിയൽ ലുഗത്തുല്ലത്തി, അതൊരു ഭാഷയാണ്. എങ്ങനെയുള്ളത്? അല്ലത്തി തത്തിമു തർജമത്തു മിൻഹ, ട്രാൻസ്ലേഷൻ അതിൽ നിന്നും പൂർത്തിയാകും. വഹിയ, അത് ബിദാലിക, അക്കാരണം കൊണ്ട്, നഖീദുൽ ലുഗത്തിൽ ഹദ്ഫി, ടാർഗറ്റ് ലാംഗ്വേജിൻ്റെ എന്താണ്? നേരെ ഓപ്പോസിറ്റാണ്. അല്ലത്തി, ആ ടാർഗറ്റ് ലാംഗ്വേജ് എങ്ങനെയുള്ളതാണ്? തത്തിമു തർജമത്തു ഇലൈഹ, തർജമ, ട്രാൻസ്ലേഷൻ അതിലേക്കാണ് തത്തിമാകുന്നത്, പൂർത്തിയാകുന്നത്. വയുൻസബു, അട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ബഅദു സുഉബാത്തി തർജമത്തി, ട്രാൻസ്ലേഷനിൽ വരുന്ന എന്താ പറയുക, ചില കോംപ്ലിക്കേഷൻസ്, പ്രോബ്ലംസ്, ഡിഫിക്കൽട്ടീസ്, പ്രയാസങ്ങൾ, എന്തിലേക്കാണത് അട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, ചേർക്കപ്പെടുന്നത്? ഇലൽ ഫജ്വത്തിൽ ഖാമൂസിയ്യ, ഖാമൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഭാഷയിലുള്ള എല്ലാ ശബ്ദങ്ങളെയും എല്ലാ പദങ്ങളെയും എന്താ പറയുക, വിസ്തരിച്ച് അതിനെ ക്രോഡീകരിക്കപ്പെടുന്ന സമ്പത്തിനെയാണ് ലെക്സിക്കോൺ, ആ ഭാഷയുടെ ലെക്സിക്കോൺ എന്ന് പറയാം. അതായത് ആ ഭാഷയിൽ എന്തെല്ലാം വാക്കുകൾ ഉണ്ടോ അതിനൊക്കെ ആ ഭാഷയുടെ ലെക്സിക്കോൺ എന്നറിയാം, ഖാമൂസ് എന്നാ പറയാം. അപ്പോൾ ഖാമൂസിയ എന്ന് പറഞ്ഞാൽ ലെക്സിക്കൽ, അത് സംബന്ധിച്ചുള്ള, അതുമായിട്ട് ബന്ധമുള്ളത്. ഫജ്വ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ്, വിടവ്. ഇലൽ ഫജ്വത്തിൽ ഖാമൂസിയ എന്ന് പറഞ്ഞാൽ ലെക്സിക്കൽ ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഒരു ഭാഷയിലുള്ള പദങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു അർത്ഥത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി ചിലപ്പോൾ ഒരു ഭാഷയിൽ അതിനെ സൂചിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വാക്കുണ്ടാവും. പക്ഷെ അതിനെ തത്തുല്യമായ ഒരു വാക്ക് മറ്റേ ടാർഗറ്റ് ലാംഗ്വേജിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ഇതിന് ഇപ്പോൾ റെഡ് എന്ന് പറയുന്ന വേർഡ്, ഇപ്പോൾ മലയാളത്തിൽ റെഡ് എന്ന കളറിനെ സൂചിപ്പിക്കാൻ ഒരു വാക്കില്ല എന്ന് വെച്ചോ. ഓക്കെ, ചുവപ്പ് എന്ന വാക്ക് മലയാളത്തിലില്ല എന്ന് സങ്കല്പിക്കുക. റെഡ് എന്ന ആ കളറിൻ്റെ മേൽ അറിയിക്കുന്ന വാക്ക് ഇംഗ്ലീഷിലുണ്ടെന്നും വെച്ചോ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഭാഷയിൽ ഒരു വാക്കുണ്ട്, പക്ഷേ അത് ഇന്ന ആശയത്തിനെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ടാർഗറ്റ് ലാംഗ്വേജിൽ ആ വാക്കില്ല, ആ അർത്ഥത്തിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ലെക്സിക്കൽ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണ ഉണ്ടാകുന്നതാണ്. ചില കൾച്ചേഴ്സിൽ അവർ ചില കാര്യങ്ങളോട്, ചില ആശയങ്ങളോട്, ചിലപ്പോൾ ചില വസ്തുക്കളോട് എന്തായിട്ടുണ്ടാവില്ല, എക്സ്പോസ് ആവാതെ വരുമ്പോൾ സാധാരണ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, അത് വേറെ എവിടെയെങ്കിലും വെച്ച് അവർ എൻകൗണ്ടർ ചെയ്യുമ്പോൾ ആ ഭാഷയിൽ എന്ത് വാക്കാണ് അതിനുപയോഗിക്കുന്നത്, ആ വാക്ക് തന്നെ നമ്മളെ ഭാഷയിലേക്ക് കടമെടുത്ത് നമ്മളെ ഭാഷയുടേതിലും ആ ലെക്സിക്കോണിലേക്ക് അത് കൂട്ടിച്ചേർക്കും. ചില സമയത്ത് അങ്ങനെ എൻകൗണ്ടർ ചെയ്യപ്പെടാതെ അങ്ങനെ ഒരു ഗ്യാപ്പ് വരാറുണ്ട്.
പിന്നെന്തിലേക്കാണ് അട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്? വൽ ഫുറൂഖിൻ നഹ്വിയത്തി, സിൻടാക്റ്റിക്കലായിട്ടുള്ള ഡിഫറൻസസിലേക്കുമാണ് എന്ത് ചെയ്യുന്നത്? അട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. എങ്ങനെയുള്ള ഫുറൂഖുൻ നഹ്വിയ, എങ്ങനെയുള്ള ഫജ്വത്തുൽ ഖാമുസിയ? ബൈനൽ ലുഗത്തിൽ മസ്ദരി വൽ ലുഗത്തിൽ ഹദ്ഫി, സോഴ്സ് ലാംഗ്വേജിൻ്റെയും ടാർഗറ്റ് ലാംഗ്വേജിൻ്റെയും ഇടയിലുള്ള വ്യാകരണ സംബന്ധമായുള്ള വ്യത്യാസങ്ങളും അതുപോലെ ലെക്സിക്കൽ ഗ്യാപ്പിലേക്കുമാണ് ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസിനെ അട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതായത് അത് കാരണമാണ് പല പ്രയാസങ്ങളും ഉണ്ടായിത്തീരുന്നത്. വൽ ഫുറൂഖുൻ നഹ്വിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഭാഷകളിൽ വേർബ് എപ്പോഴും ക്രിയനെ എപ്പോഴും മുന്തിച്ചേ പറയാൻ പാടുള്ളൂ എന്നുണ്ടാവാം. അപ്പോൾ മറ്റേ ഭാഷയിൽ മുന്തിച്ചും പിന്തിച്ചും ഒക്കെ പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആശയത്തിനെ അത്ര ഫെയ്ത്ത്ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വഫാവോട് കൂടിയിട്ട്. ചില ഭാഷകളിൽ ഓക്സിലറി വേർബ് ഉണ്ടാവില്ല. അതായത് ഇസ്, ആർ. ഇപ്പോൾ ഹിന്ദിയിൽ ഹേ, ഹു എന്ന് പറയുന്ന പോലെ മലയാളത്തിൽ ആണ്. സെയ്ദ് ഒരു മനുഷ്യൻ ആണ് എന്ന് പറയുന്നു. ഹിന്ദു ഒരു പെണ്ണ് ആണ് എന്ന് പെണ്ണാണ്. അതായത് ആ ആണ് എന്ന ഓക്സിലറിൻ്റെ മേലെ അറിയിക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ ചില ഭാഷകളിൽ അതിൻ്റെ അഭാവം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസസ് ഒരു ഉദാഹരണമാണ്. അപ്പോൾ അതിലേക്കാണത് ചേർക്കുന്നത്. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അതിൽ നിന്നാണ്. അതായത് അങ്ങനെയുള്ള ഒന്നുകിൽ ഇങ്ങനെ ലെക്സിക്കൽ ഗ്യാപ്പ്, അതായത് ഒരു വാക്കിന് പകരം വെക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അതേ സ്ഥാനത്ത് നിൽക്കാൻ, സോഴ്സ് ലാംഗ്വേജിലുള്ള ഒരു വാക്കിൻ്റെ അതേ സ്ഥാനത്ത് നിൽക്കാൻ ടാർഗറ്റ് ലാംഗ്വേജിൽ ഒരു വാക്ക് ഇല്ലാതെ വരിക, അല്ലെങ്കിൽ വ്യാകരണപരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻസസ് ബൈനൽ ലുഗത്തിൽ മസ്ദരി വൽ ലുഗത്തിൽ ഹദ്ഫി. വലാ സിയമ പ്രത്യേകിച്ചും ഇൻകാനത്തി തർജമത്തും, പരിഭാഷ ആണെങ്കിൽ പ്രത്യേകിച്ചും, എങ്ങനെയാണെങ്കിൽ ബൈന ലുഗത്തൈനി, രണ്ട് ഭാഷകൾക്കിടയിൽ. എങ്ങനെയുള്ള രണ്ട് ഭാഷകൾ? തന്തമിയാനി, അവ രണ്ടും ചേരുന്നതാണ്. അതായത് നിസ്ബയുടെ ഭാഗത്തൂടെ ചേരുന്നതാണ്. അതായത് അട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. സ്വന്തം ഇപ്പോൾ ഒരു ഭാഷയുടെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് പോലെ അങ്ങനെ ആ അർത്ഥത്തിലാണ് ഇന്തമി വരുന്നത്. തന്തമിയാനി ഇലാത്തിൻ, ചില കുടുംബങ്ങളിലേക്ക് അവ ചേരുന്നതാണ്. എങ്ങനെയുള്ള കുടുംബങ്ങൾ? ലുഗവിയ്യത്തിൻ, ഭാഷാപരമായ അല്ലെങ്കിൽ ഭാഷാ കുടുംബങ്ങളിലേക്ക്. എങ്ങനെയുള്ളത്? മുഖ്തലിഫത്തിൻ, വ്യത്യസ്തങ്ങളായ ഭാഷാ കുടുംബങ്ങളിലേക്ക് ചേരുന്നതാണെങ്കിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് അറബിക്ക്, ഹീബ്രു ഒക്കെ സെമാൻറ്റിക് ലാംഗ്വേജാണ്. അപ്പോൾ അവയ്ക്ക് ഇടയിൽ കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ മലയാളം ഒരു ഡ്രവിഡിയൻ ലാംഗ്വേജാണ്. നേരെ മറിച്ച് ഇംഗ്ലീഷ് ജർമാനിക് ലാംഗ്വേജിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന് പിന്നീട് ഫ്രഞ്ചുകാർ ഇൻവേഡ് ചെയ്തപ്പോൾ അവരുടെ പല ഭാഷയിലുള്ള കാര്യങ്ങളും കലർന്ന് പിന്നീട് ലാറ്റിനും കലർന്ന്, അപ്പോൾ അങ്ങനെ ഉള്ള ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് അതിൽ കാണും. ഓക്കെ. നേരെ മറിച്ച് ഒരേ ഭാഷാ കുടുംബത്തിൽ പെട്ടതാണ് ഇപ്പോൾ ഡ്രവിഡിയൻ ലാംഗ്വേജസായ മലയാളവും ഒരുപക്ഷെ തമിഴും. എനിക്ക് തോന്നുന്നത് തമിഴും മലയാളവും ഒരേ ഭാഷാ കുടുംബത്തിൽ പെട്ടതാണെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ തെറ്റാം, ഉറപ്പില്ല. ഡ്രവിഡിയൻ ലാംഗ്വേജ് ആണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ലാംഗ്വേജ് ഫാമിലീസ് ഉണ്ട്. അതായത് ഒരേ അസ്ലിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന് മാറി 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 വകഭേദങ്ങളായി മാറുന്ന ഭാഷകൾ. അപ്പോൾ അറബിക്ക് വേറൊരു ഭാഷാ കുടുംബത്തിൽ പെട്ടതാണ്, മലയാളം വേറൊരു ഭാഷാ കുടുംബത്തിൽ പെട്ടതാണ്. അപ്പോൾ അതിൽ വ്യാകരണപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും, ലെക്സിക്കൽ ഗ്യാപ്പ് ഉണ്ടാവാം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? അത്തർജമത്തു, പരിഭാഷ എന്നത് ഹിയ, അത് അമലിയത്തു തവാസുലിൻ. തവാസുൽ എന്ന് വെച്ചാൽ മോഡേൺ അറബിക്കിൽ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ എന്ന് തോന്നുന്നു. അതായത് ആശയവിനിമയം നടത്താനുള്ള ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ.
വലാ ശക്ക സംശയമില്ല അന്ന കുല്ല മുത്തർജിമിൻ ഓരോ പരിഭാഷകനും ലദൈഹി അവൻ്റെ അടുക്കലുണ്ട് മവാരിദുഹുൽ ഖാസ അവൻ്റെ പ്രത്യേകമായ റിസോഴ്സുകൾ, വമസാദിറുഹുൽ ഖാസ അവൻ്റെ പ്രത്യേകമായ സോഴ്സുകൾ, വഖബറാത്തുഹു അവൻ്റെതായ എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ, വസാലിബുഹു അവൻ്റെതായ ശൈലികൾ, എങ്ങനെയുള്ള ഖബറാത്തും വസാലിബുമാണ്, എങ്ങനെയുള്ള എക്സ്പീരിയൻസസും എങ്ങനെയുള്ള സ്റ്റൈൽസുമാണ് അഷഖ്സിയ വ്യക്തിപരമായ, അതുപോലെ എന്താ പറയുക പേഴ്സണൽ സ്റ്റൈൽസ് ആൻഡ് എക്സ്പീരിയൻസസ്. കുല്ലു ഷഖ്സിൻ ഓരോ പേഴ്സണും ലദൈഹി അവൻ്റെ അടുക്കലുണ്ട് ഉസ്ലൂബുഹുൽ ഖാസ് അവൻ്റെ പ്രത്യേകമായ ശൈലി, വതീറത്തുഹു അവൻ്റേതായ എന്താ പറയുക വതീറത്ത് ഒരു രീതി, മുഖത്തത്താത്തുഹു അവൻ്റേതായ പ്ലാനുകൾ, ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പ്രത്യേകമായി ആസൂത്രണം ചെയ്ത് അതിന് രൂപരേഖയൊക്കെ ഉണ്ടാക്കി അവൻ്റേതായ പ്ലാൻസ്, വഅമലിയാത്തു അവൻ്റേതായ പ്രോസസ്സ്, അൽ ഖാസ പ്രത്യേകമായ, ഈ പറഞ്ഞതൊക്കെ അവൻ്റേതായ പ്രത്യേകമായ എന്തുണ്ട് പ്രോസസ്സുകളും പ്ലാൻസും അതുപോലെ രീതികളും പിന്നെ ശൈലികൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരനുസരിച്ച് അത് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് തന്നേക്കുന്നത്.